ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ കാൽനദീപം വചനധ്യാനത്തിൽ ചുറ്റിക്കൊണ്ടുപോകുന്ന മരുഭൂമിയിലൂടെയുള്ള ഒരു വഴിയെക്കുറിച്ച് നാം ധ്യാനിക്കുകയുണ്ടായി. എന്നാൽ ചുറ്റിക്കൊണ്ടുപോകുന്ന ഈ വഴിക്കകത്ത് ദൈവത്തിൻ്റെ അപാരമായ വിശ്വസ്തത എത്രമാത്രമുണ്ട് എന്ന് ഇന്ന് ധ്യാനിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിത്തൂണുമാണ്. ഇതിനാധാരമായിരിക്കുന്ന വേദപുസ്തക ഭാഗം പുറപ്പാട് പുസ്തകം 13:20 പുറപ്പാട് പുസ്തകം 13:20. അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏദോമിൽ പാളയമിറങ്ങി. 21 അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ദൈവമുണ്ടായിരുന്നു. പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നാം നേരത്തെ ധ്യാനിച്ചതുപോലെ മരുഭൂമിയുടെ ദീർഘമായ വഴിയിലൂടെ ഇസ്രായേൽ മക്കൾ പോവുകയാണ്. ഈ വഴിയുടെ പ്രത്യേകത മുമ്പൊന്നും പോയിട്ടില്ലാത്തൊരു വഴിയാണ്. നമ്മുടെ ജീവിതത്തിലും വിശ്വാസയാത്ര നാം ആരംഭിച്ച് കർത്താവിൽ ശരണപ്പെട്ട് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മുന്നൊന്നും പോയിട്ടില്ലാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. മുന്നൊന്നും കണ്ടിട്ടില്ലാത്ത അവസ്ഥകൾ നമ്മുടെ മുമ്പിൽ വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ചുറ്റിപ്പോകുന്ന വഴി തിരഞ്ഞെടുത്ത ദൈവം തമ്പുരാൻ ഈ വഴിയിൽ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നോക്കുക. ഇവിടെ 21 പറയുന്നുണ്ട്, പകൽ വഴി കാണിക്കേണ്ടതിന്. ഇസ്രായേൽ മക്കളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്തായിരുന്നു? 24 hours ജേർണി ആയിരുന്നത്. പകലും രാവുമുള്ള യാത്രയാണ്. പകലും രാവും ഒരുപോലെ യാത്ര ചെയ്താലേ ഈ മരുഭൂ യാത്രയിൽ കൂടെ നിശ്ചിത സമയത്ത് അവർക്ക് അവിടെ എത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ചില ഡിലേസ് അവിടെ വരുന്നുണ്ട്. ദൈവം കൽപ്പിച്ചു കൊടുത്ത താമസങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഈ യാത്രയിൽ അങ്ങനെ ഒരു വിശ്രമമില്ല. പകലും രാവും ഒരുപോലെ യാത്ര ചെയ്യുന്നുവെന്ന് വേദപുസ്തകം വ്യക്തമായിട്ട് 21 കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ വിശ്വാസയാത്രയും അങ്ങനെയല്ലേ? ഒരു ബ്രേക്ക് എടുക്കുന്ന യാത്രയല്ലല്ലോ അത്. വിശ്വാസയാത്രയും 24 മണിക്കൂറും ഒരുപോലെ നാം ദൈവത്തിൽ ശരണപ്പെട്ട് ഓടേണ്ട യാത്രയാണ്. പകൽ അറിയാത്ത വഴിയിലൂടെ പോകുമ്പോൾ വഴി ഏതെന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പകൽ അവരുടെ മുന്നിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു മേഘത്തിൻ്റെ സ്തംഭമാണ്, ഒരു തൂണാണത്. ആ തൂണ് മേഘം കൊണ്ടുണ്ടാക്കിയ ഒരു തൂണാണ്. ആ തൂണ് എങ്ങോട്ട് പോകുന്നോ ആ ഡയറക്ഷനിലൂടെ അവർ പോയിക്കൊണ്ടിരുന്നു. 2024 നാം യാത്ര ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട്, ആ തരുന്ന നിർദ്ദേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകത്തിലെ പഴയ നിയമ ചരിത്രത്തിൽ അതിനെ വെല്ലുന്നൊരു ഗൂഗിൾ മാപ്പ് ദൈവം കൊടുത്തിരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പകലിൽ മേഘസ്തംഭം. ഈ മേഘസ്തംഭം എന്തിനെ കാണിക്കുന്നു? മേഘസ്തംഭം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ കാണിക്കുന്നു, ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ കാണിക്കുന്നു. ഇറക്കിക്കൊണ്ടുവന്ന ദൈവത്തിന് എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് കാണിക്കുന്നു. ആ മേഘസ്തംഭത്തെ നോക്കി, ആ മേഘസ്തംഭം തരുന്ന നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് പകൽ യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. പകൽ 12 മണിക്കൂർ കഴിഞ്ഞു. രാവിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. രാത്രിയായി. മരുഭൂമിയുടെ വിജനതയിൽ വഴി കാണിക്കുന്ന അഗ്നിസ്തംഭം ഉണ്ടേ പറ്റൂ. പകൽ വഴി കാണിക്കുവാൻ മേഘസ്തംഭം മതി, പകൽ വെളിച്ചമുണ്ട്. എന്നാൽ രാത്രി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോൾ മരുഭൂമിയുടെ അന്ധകാരത്തിൽ വെളിച്ചമായി അതാ ദൈവത്തിൻ്റെ അഗ്നിസ്തംഭം പുറപ്പെടുകയാണ്. അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെടുകയാണ്. പകലുണ്ടായിരുന്ന മേഘസ്തംഭം വഴിമാറിക്കൊടുത്തപ്പോൾ രാവിലെ യാത്രയ്ക്ക് ഇറങ്ങി നിൽക്കുന്ന സുസജ്ജമായ ഒരഗ്നിസ്തംഭം നമുക്ക് കാണാം. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നാം ദർശിക്കുന്നത് ദൈവത്തിൻ്റെ അപാരമായ വിശ്വസ്തതയാണ്. ആ വിശ്വസ്തതയ്ക്ക് പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ല പ്രിയല്ലേ. രാത്രിയിൽ വഴി മാത്രം കണ്ടാൽ പോരാ. രാത്രിയുടെ ഇരുട്ടിൽ വെളിച്ചം അത്യാവശ്യമാണ്. രാത്രിയുടെ തണുപ്പിൽ ചൂട് അത്യാവശ്യമാണ്. ഈ ചൂടിനും വെളിച്ചത്തിനും പര്യാപ്തമായിരിക്കുന്ന ഒരു അഗ്നിസ്തംഭമാണ് യാത്രയുടെ നിയന്ത്രണം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച്
ഈ അഗ്നിസ്തംഭവും മേഘസ്തംഭവുമാകുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നാം നോക്കുമ്പോൾ അവിടെ കാണാം. അത് 21 വാക്യത്തിൻ്റെ അവസാനം, അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. 20 വാക്യം അവസാനിക്കുന്നത് അങ്ങനെയാണ്. പുറപ്പാട് 13:20 അവസാനിക്കുന്നത് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുൻപായി പൊയ്ക്കൊണ്ടിരുന്നു. നമുക്കെല്ലാം കാലങ്ങൾ അറിയാം, ടെൻസുകൾ അറിയാം. യഹോവ പോയി എന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, യഹോവ പോകും എന്നുമല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ടെൻസ്, തുടർ പ്രക്രിയയാണ്. പൊയ്ക്കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. നാളെ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന സാന്നിധ്യമല്ല, ഇന്നലകളിൽ പോയി മറഞ്ഞ സാന്നിധ്യമല്ല. ഇന്ന് എൻ്റെ കൂടെ, അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യഹോവ അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. അവർ എത്ര ദൂരം യാത്ര ചെയ്തോ, അവരെത്ര സമയം യാത്ര ചെയ്തോ, അത്രയും സമയം അവരുടെ മുമ്പിൽ പോകുന്ന അഗ്നിസ്തംഭം, മേഘസ്തംഭം, അതിൽ നാം ദർശിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. എന്താണ് ദൈവത്തിൻ്റെ വിശ്വസ്തത? ആശ്രയിക്കുന്നവർക്ക് വേണ്ടി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവിക കരുതലാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. തന്നിൽ ആശ്രയിക്കുന്നു, തൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ആർ സ്റ്റെപ്പ് വയ്ക്കുന്നു, ആർ തന്നിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നു, അവരുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി നേരിട്ടാലും ആ പ്രതിസന്ധിയിൽ കൂടെ ഇരുന്ന് അഗ്നിസ്തംഭമായി മേഘത്തൂണായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ ആ വിശ്വസ്തത എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവിക കരുതൽ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. ഈ മക്കൾ ദൈവിക വാക്ക് മോശ പറഞ്ഞത് കേട്ട ദൈവത്തിൻ്റെ കൽപ്പന കേട്ട് ഇറങ്ങി തിരിച്ചതാണ്. അതുകൊണ്ട് അവരെ കൊണ്ടെത്തിക്കുവാനായിട്ട് വെളിച്ചമായും ചൂടായും ഊർജമായും റൂട്ട് മാപ്പായും ദൈവം നിൽക്കുന്നു. ഈ വിശ്വസ്തതയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 22 വാക്യത്തിൽ പറയുന്നു, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറാത്ത വിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമേ ഉള്ളൂ പ്രിയരെ മാറാത്തത്. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും മാറിപ്പോകും, ഈ ലോകത്തിലുള്ള എല്ലാ കരുതലുകളും മാറിപ്പോകും. ഇന്ന് നാം വിശ്വസ്തരെന്ന് വിചാരിക്കുന്നവർ നാളെ ചിലപ്പോൾ പരാജയപ്പെടും. നാം ഇന്ന് വിശ്വസ്തരെന്ന് കരുതുന്നവർ നാളെ ചിലപ്പോൾ ബലഹീനരായിത്തീരും. എന്നാൽ ബലം ചോർന്നു പോകാത്ത, വിശ്വസ്തത ചോർന്നു പോകാത്ത, മാറിപ്പോകാത്ത ഒരൊറ്റ വിശ്വസ്തതയെ ഈ ലോകത്തിൽ നമുക്ക് ആശ്രയിക്കുവാനുള്ളൂ. അത് വിളിച്ചവന്റെ വിശ്വസ്തതയാണ്. 22 വാക്യം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതില്ല, മാറത്തില്ല. അവന് മാറാൻ പറ്റില്ല. കാരണം ഇവരെ എത്തിക്കണം. ഇറങ്ങിത്തിരിച്ചതാണ്. ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ദൈവ ശബ്ദം കേട്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ച തൻ്റെ മക്കളെ എത്തേണ്ടത് എത്തിക്കണമെങ്കിൽ ഈ വിശ്വസ്തത മാറിപ്പോയാൽ പറ്റുകയില്ല. അതുകൊണ്ടാണ് മാറി മാറി പല ശത്രുക്കളെ ഈ യാത്രയിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടും ദൈവശക്തിയോടെ ആ ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തി കനാനിൽ ചവിട്ടുവാൻ അവർക്ക് വലിയ കൃപ ലഭിച്ചത് ദൈവിക പരിപാലനം, ദൈവിക വിശ്വസ്തത, മാറാത്തത്, പൊയ്ക്കൊണ്ടിരിക്കുന്നത്, സദാ കൂടെയുള്ളത്. ഈ ദൈവിക സാന്നിധ്യം നമ്മളെയും നിത്യതയോളം കാത്തു പരിപാലിക്കട്ടെ. ദൈവത്തെ അല്പം പോലും സംശയിക്കാതെ, ദൈവത്തെ വിശ്വസ്തതയിൽ നമ്പിക്കൊണ്ട് ഈ ലോകത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും അതിജീവിച്ചുകൊണ്ട് നിത്യതയാകുന്ന വലിയ സന്തോഷത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.